നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ദുരിതത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായമടക്കം പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരികയാണ്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി പിണറായി വിജയൻ ഇന്ന് അവിടെ വെച്ചാണ്, അതായത് ആ വിമാനത്താവള പരിസരത്ത് വെച്ചാണ് കാണുന്നത്. കൈകൂപ്പി മൃതദേഹങ്ങൾക്കൊക്കെ തന്നെ ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപി നേരെ പോകുന്നത് പിണറായി വിജയന്റെ അടുത്തേക്കാണ്. എന്നാൽ ഒരു നോക്കുകൊണ്ടോ ഒന്ന് തല ഉയർത്തിയോ പോലും സുരേഷ് ഗോപിയെ പിണറായി വിജയൻ നോക്കുന്നതോ അഭിസംബോധന ചെയ്യുകയോ ഒന്ന് കണ്ടു എന്ന മുഖഭാവം വരുത്തുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ള കമന്റുകൾ പലരും വരികയാണ്. പക്ഷേ പലരും പ്രധാനമായും സുരേഷ് ഗോപി ഇതൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരിതമുഖത്ത് ഇത്തരം വിവാദങ്ങൾക്കൊന്നും തന്നെ പ്രശസ്തിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതും കേരളം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇതും ജനത കാണുന്നുണ്ടെന്നൊക്കെ തന്നെ പലരും പറയുന്നുമുണ്ട്. ദുരിതമുഖത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പേർ കൺമുന്നിൽ ചേതനയാറ്റ ശരീരമായി കിടക്കുമ്പോൾ എങ്ങനെയാണ് നോക്കുക, ചിരിക്കുക, മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ എന്തിനാണ് പരാതി പറയുക എന്നും പലരും ചോദിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. എന്തായാലും കുവൈറ്റിലെ ദുരിതത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുകയുണ്ടായി. അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളെ പറ്റിയൊക്കെ പറയേണ്ടത് കുവൈറ്റ് സർക്കാരാണെന്നും അവർ കണ്ടെത്തി നമ്മളെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറയുകയാണ്. ദുഃഖാചരണത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തന്നെ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി സുരേഷ് ഗോപി കൊച്ചിയിലേക്ക് തിരിച്ചിരുന്നു. രാവിലെ തന്നെ കൊച്ചിയിലേക്ക് അദ്ദേഹം തിരിച്ചിരുന്നു. ക്ഷതമേറ്റവരുടെ കൂടെ നിൽക്കുന്ന എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം കുവൈറ്റിലുണ്ടായ ദുരിതത്തിൽ മരണം 50 എന്ന് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചുവെന്നാണ് പുതിയ വിവരം. അതേസമയം മരിച്ചയാളുടെ പേര് വിവരം അറിവായിട്ടില്ല. ഇയാൾക്കായുള്ള തിരിച്ചറിയൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 45 മൃതദേഹങ്ങളുമായി വിമാനം കൊച്ചിയിലേക്ക് അല്പസമയം മുൻപാണ് കൊച്ചിയിലെത്തിയത്. അവിടെ നിന്നും സംസ്ഥാന സർക്കാരിന്റെ അനുശോചന ചടങ്ങുകൾക്ക് ശേഷം ഓരോരുത്തരെയും വീടുകളിലേക്ക് പ്രത്യേക ആംബുലൻസ് അകമ്പടിയോടുകൂടി തന്നെ വീടുകളിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. കണ്ണീരോടുകൂടിയാണ് എല്ലാവരും ആ വാർത്തയും ചിത്രങ്ങളും ഒക്കെ തന്നെ കാണുന്നത്. എന്തായാലും സർക്കാർ അയച്ച ആംബുലൻസുകളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുള്ളത്. രാവിലെ 10:30 വിമാനം കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചിയിൽ 31 മൃതദേഹങ്ങൾ ഇറക്കും. 23 മലയാളികളടക്കം 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.